ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പഴയ നിയമ പ്രവാചക പുസ്തകങ്ങളിൽ ഏറ്റവും ഉദ്യോഗജനകമായ പുസ്തകങ്ങളിൽ ഒന്നാണ് യോനാ പ്രവാചകന്റെ പുസ്തകം. നിനിവെ എന്ന നഗരത്തിലെത്തി അവരോട് പ്രസംഗിക്കുവാൻ യഹോവയാൽ നിയോഗിക്കപ്പെട്ട യോനാ പ്രവാചകൻ നിനുവായിലേക്ക് പോകാതെ തർശീശ് എന്ന പട്ടണത്തിലേക്ക് ഓടിപ്പോകുന്നിടത്താണ് പ്രവാചക പുസ്തകം ആരംഭിക്കുന്നത്. യോന കയറിയ തർശീശിലേക്കുള്ള കപ്പൽ യാത്രാമധ്യേ സമുദ്രകോടിൽ അകപ്പെടുകയും അതിന് കാരണം യോനായുടെ അനുസരണക്കേടാണെന്ന് തിരിച്ചറിഞ്ഞ് കപ്പലിലുള്ളവർ യോനയെ സമുദ്രത്തിലേക്ക് എടുത്തിടുകയും ചെയ്യുന്നു. ഒരു വലിയ മത്സ്യത്തിൻ്റെ വായിൽ അകപ്പെട്ട യോന 3 ദിവസം മത്സ്യത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു. പിന്നെ യോനയെ മത്സ്യം കരയ്ക്ക് ഛർദ്ദിക്കുകയും ചെയ്തു. വീണ്ടും യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യോന നിനിവയിലേക്ക് ചെല്ലുകയും അവിടുത്തെ ജനങ്ങളോട് പ്രസംഗിക്കുകയും യോനായുടെ പ്രസംഗം കേട്ട് നിനിവായിലെ ജനങ്ങൾ അനുതപിച്ച് മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിനെ തുടർന്ന് ദൈവം അവർക്ക് വരുത്താനിരുന്ന ശിക്ഷ വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട യോനായുടെ ഉള്ളിൽ കോപം ജനിക്കുകയും ദൈവത്തോട് പരിഭവിച്ച് നിനിവയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് കാണുവാനായി നഗരത്തിന് പുറത്ത് കാത്തിരുന്നു. ദൈവം യോനായ്ക്ക് തണൽ നൽകുവാനായി ഒരു ആവണക്ക് മരം കൽപ്പിച്ചുണ്ടാക്കി. ആ തണലിൽ ഇരിക്കുമ്പോൾ യോനായ്ക്ക് വലിയ സന്തോഷമായി. എന്നാൽ പിറ്റേന്ന് മരം ഉണങ്ങിപ്പോവുകയും വെയിലടിച്ചപ്പോൾ യോനായ്ക്ക് കോപം വർദ്ധിക്കുകയും മരിച്ചാൽ കൊള്ളാമെന്ന് തോന്നുകയും ചെയ്തു. ഒരു ദിവസത്തെ തണൽ നൽകിയ മരം നഷ്ടമായപ്പോൾ നിനക്ക് സങ്കടമായെങ്കിൽ ഇത്രയധികം വർഷം ഞാൻ സ്നേഹിച്ച നിനിവായിലെ എൻ്റെ ജനം നശിച്ചു പോകുന്നത് എനിക്ക് സങ്കടമാകില്ലേ എന്ന യഹോവയുടെ ചോദ്യത്തോടെ പ്രവാചക പുസ്തകം അവസാനിക്കുന്നു. നഗരത്തിന് പുറത്ത് വെയിലിലിരുന്ന യോനായ്ക്ക് ആവണക്കിൻ്റെ തണൽ വലിയ ആശ്വാസമായിരുന്നു. യോന അവിടെ ചെന്നപ്പോൾ ഇല്ലാതിരുന്ന തണൽ മരം പിന്നീട് ലഭിച്ചതിൽ അവൻ വലിയ സന്തോഷവാനുമായിരുന്നു. എന്നാൽ യോന തണൽ മരം ഉണ്ടാക്കിയ ദൈവത്തേക്കാൾ അധികം തണലിനെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്തു. അതിനാലാണ് തണൽ നഷ്ടമായപ്പോൾ അവൻ മരിക്കണമെന്ന് ആഗ്രഹിച്ചത്. തണൽ ലഭിച്ചപ്പോൾ തണൽ നൽകിയവനെ മറക്കുന്നത് നല്ലതല്ലല്ലോ. നാട്ടിലെ വലിയ പ്രതിസന്ധികളിലൊക്കെ അകപ്പെട്ട് പലരോടും പണം കടം വാങ്ങി കഷ്ടപ്പെട്ട് പഠിച്ച് മറ്റൊരു ദേശത്തെത്തി പലപ്പോഴും എന്തു ചെയ്യണമെന്നറിയാതെ മുന്നോട്ടുള്ള വഴികൾ കണ്ടെത്താൻ കഴിയാതെ നിന്നപ്പോൾ ദൈവം പലർക്കും പല സമയത്തും ചില തണൽ മരങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കി നൽകിയിരുന്നു. പ്രതിസന്ധികളിൽ ലഭിച്ച തണലുകൾ വലിയ ആശ്വാസവുമായിരുന്നു. അന്ന് വലിയ സന്തോഷവും തോന്നിയിരുന്നു. എന്നാൽ തണൽ നൽകിയ ദൈവത്തേക്കാൾ അധികം തണലിനെ സ്നേഹിച്ചാൽ തണൽ നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായും നിരാശ തോന്നിയേക്കും. എത്ര വലിയ തണൽ നൽകുന്ന വൃക്ഷമായാലും ഒരു പുഴുക്കുത്തു മതി തണലൊക്കെ നഷ്ടമാകാൻ. ആയതിനാൽ തണലല്ല, തണൽ നൽകിയവനാണ് പ്രധാനപ്പെട്ടവൻ എന്നത് മറക്കരുത്. ജീവിതത്തിൽ ഇന്ന് ലഭിക്കുന്ന തണൽ നഷ്ടമായാൽ തണൽ നൽകിയവൻ മാത്രമേ കൂടെ ഉണ്ടാകൂ എന്നുള്ളതും ഓർക്കണം. തണൽ ലഭിക്കുമ്പോൾ തണലിനു വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ച നാളുകളും മറന്നു പോകരുത്. അത് നൽകിയ ദൈവത്തെയും. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.